വെൽക്കം ബാക്ക്. കെമിക്കൽ കൈനറ്റിക്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെയാണ് പഠിച്ചത്? റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ. വാട്ട് ഈസ് റേറ്റ് ഓഫ് റിയാക്ഷൻ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡ്യൂറിങ് എ time interval, that is called rate of reaction. And rate can be expressed in two ways, that is average rate and instantaneous rate. What is average rate? Rate measured within an interval of time is average rate, and instantaneous rate is rate at a particular instant. ഇനി നമുക്ക് കെമിക്കൽ റിയാക്ഷനിൽ ഈ റേറ്റിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കാം. കൺസിഡർ ആൻ എക്സാമ്പിൾ. HgCl2, decomposition of HgCl2. HgCl2 gives Hg plus Cl2. ഈ റിയാക്ഷൻ്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യാം. Average rate can be expressed as rate average equal to minus delta HgCl2 by delta T, or that is equal to delta Hg by delta T, or equal to delta Cl2 by delta T. ഇവിടെ മൈനസ് സൈന് റിയാക്റ്റൻറ്റിൻ്റെ ടൈമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മൈനസ് സൈന് യൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ റിയാക്ഷൻ്റെ ആവറേജ് റേറ്റ് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഈ റിയാക്ഷൻ്റെ പ്രത്യേകത, ഇവിടെ എല്ലാ റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കോഎഫിഷ്യൻസ് 1 ആണ്, അല്ലെങ്കിൽ സെയിം കോഎഫിഷ്യൻസ് ആണ് വരിക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ അതിൻ്റെ കോൺസെൻട്രേഷനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാം. ഇനി ഡിഫറെൻറ്റ് കോഎഫിഷ്യൻ്റ് ഉള്ള ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ, 2HI gives H2 plus I2, ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ്. ഇവിടെ 2 മോൾ HI റിയാക്ട് ചെയ്താലാണ് 1 മോൾ H2ഉം 1 മോൾ I2ഉം ഫോം ചെയ്യുക. അപ്പോൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് HI ഈസ് നോട്ട് ഈക്വൽ ടു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് H2 ഓർ I2. അതായത് ഇപ്പോൾ നമ്മൾ 10 മോൾ HI ആണ് റിയാക്ട് ചെയ്യുന്നത്, 1 മിനിറ്റിൽ 10 മോൾ HI റിയാക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ എത്ര H2 ഉണ്ടാവും? ഈ ബാലൻസ് ഇക്വേഷൻ അനുസരിച്ച് 10 മോൾ HI റിയാക്ട് ചെയ്താൽ എത്ര H2 ഉണ്ടാവും? ഇതിൻ്റെ HIയുടെ പകുതി H2 ആണ് ഉണ്ടാവുക. അപ്പോൾ 5 മോള് H2 ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റേറ്റ്, ഡിസപ്പിയറൻസ് ഓഫ് HIയുടെ റേറ്റും അപ്പിയറൻസ് ഓഫ് H2ൻ്റെ റേറ്റും സെയിം ആയിരിക്കുമോ? നോക്കി, HIയുടെ ഡിസപ്പിയറൻസ് 10 മോളാണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ കോൺസെൻട്രേഷൻ ചേഞ്ച് 10 ആണ് 1 മിനിറ്റിൽ. അപ്പോൾ 10/1. സോ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് HI ഈസ് 10/1, അല്ലെങ്കിൽ 10 ആണ് വരിക. H2ൻ്റെ എന്ത് വരും? ഈ 1 മിനിറ്റിൽ 5 മോൾ H2 ആണ് ഉണ്ടായത്. അപ്പോൾ H2ൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് 5 ആണ്. 5/1 ഈക്വൽ ടു 5 വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ഇതിൻ്റെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് HI 10 ആണെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് H2 5 ആണ്. അല്ലെങ്കിൽ ഡിസപ്പിയറൻസും അപ്പിയറൻസും സെയിം റേറ്റ് അല്ല വരിക, ഇഫ് ദർ ഈസ് ഡിഫറെൻറ്റ് കോഎഫിഷ്യൻസ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ റേറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ റേറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഓരോ ടേമിൻ്റെയും അല്ലെങ്കിൽ ഓരോ റേറ്റിനെയും അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ HIയുടെ ടേമിൽ റേറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ റേറ്റിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ആവറേജ് റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു ഡെൽറ്റ HI ബൈ ഡെൽറ്റ T. കാരണം ഇവിടെ മൈനസ് വരാൻ കാരണം റിയാക്റ്റൻ്റ് ആണ്, കോഎഫിഷ്യൻ്റ് 2 ആണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി H2, ഇത് രണ്ടും പ്രോഡക്റ്റ് ആണ്. ഇനി H2ൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, I2ൻ്റെയും കോഎഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ റേറ്റ് എഴുതാൻ എന്ത് ചെയ്യണം? ഡെൽറ്റ H2 ബൈ ഡെൽറ്റ T ഓർ ഡെൽറ്റ I2 ബൈ ഡെൽറ്റ T.
ദാറ്റ് ഈസ് റിയാക്ഷൻ റേറ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് കോഎഫിഷ്യൻ്റ് വരുമ്പോൾ റിയാക്ഷൻ റേറ്റും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റ് ഇത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ റിയാക്ഷൻ റേറ്റ് ആക്കാൻ ഓരോന്നിനെയും അതിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഈക്വലൈസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ജനറൽ എക്സ്പ്രഷൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. ഇവിടെ ഓരോന്നിൻ്റെയും കോഎഫിഷ്യൻ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ റേറ്റിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ആവറേജ് റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു -1/a ഇൻറ്റു ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു -1/b ഇൻറ്റു ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു 1/c ഇൻറ്റു ഡെൽറ്റ സി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു 1/d ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡെൽറ്റ ടി. ഇങ്ങനെയാണ് ആവറേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇതുപയോഗിച്ച് നമുക്ക് ഏത് റിയാക്ഷൻ്റെയും ആവറേജ് റേറ്റ് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ റേറ്റ് എന്താണെന്ന് പഠിച്ചു, ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും പഠിച്ചു. ഇനി ഈ റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു പ്രോബ്ലം തന്നാൽ അതിൽ നിന്നും റേറ്റ് എങ്ങനെ, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ദി ഡീകമ്പോസിഷൻ ഓഫ് N2O5 in CCl4 at 318 Kelvin has been studied by monitoring the concentration of N2O5 in the solution. Initially, the concentration of N2O5 is 2.33 mol liter inverse, and after 184 minutes, it is reduced to 2.08 mol liter inverse. The reaction take place according to the equation 2N2O5 gives 4NO2 plus O2. Calculate the average rate of this reaction in terms of hours, minutes and seconds. What is the rate of production of NO2 during this period? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അനുസരിച്ച് എന്താണ് 2N2O5 gives 4NO2 plus O2. ഈ റിയാക്ഷൻ്റെ റേറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ആവറേജ് റേറ്റ് എക്സ്പ്രഷൻ ഏതാണെന്ന് നോക്കാം. എങ്ങനെയാണ്? കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇക്വേറ്റ് ചെയ്യാം. സോ റേറ്റ് ആവറേജ് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു ഡെൽറ്റ N2O5 ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു 1/4 ഇൻറ്റു ഡെൽറ്റ NO2 ബൈ ഡെൽറ്റ ടി, ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ O2 ബൈ ഡെൽറ്റ ടി. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? N2O5ൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ കോൺസെൻട്രേഷൻ, അതായത് 184 മിനിറ്റിന് ശേഷമുള്ള കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ N2O4ൻ്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു ഡെൽറ്റ N2O5 ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ N2O5 എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ കോൺസെൻട്രേഷൻ മൈനസ് ഇനീഷ്യൽ. ഇപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ 2.08, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 2.33. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ -1/2 ഇൻറ്റു 2.08 മൈനസ് 2.33 ഡിവൈഡഡ് ബൈ 184. ഡെൽറ്റ ടി 184 ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് 6.79 ഇൻറ്റു 10⁻⁻4 മോൾ ലിറ്റർ ഇൻവേഴ്സ് മിനിറ്റ് ഇൻവേഴ്സ്. തന്നിരിക്കുന്ന 184 മിനിറ്റ് ആണ്. അപ്പോൾ മിനിറ്റിലുള്ള റേറ്റാണ് നമുക്കിവിടെ കിട്ടുക. ഇനി അവേഴ്സിലേക്ക് അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? നമുക്കറിയാം 60 മിനിറ്റ് ആണ് 1 അവർ. അപ്പോൾ ഇവിടെ ഒരു മിനിറ്റിലുള്ള റേറ്റാണ് 6.79 ഇൻറ്റു 10⁻⁻4. ഒരു മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു അവറിലുള്ള റേറ്റ് എങ്ങനെയായിരിക്കും വരിക? പെർ മിനിറ്റിൽ, അതായത് ഒരു 60 മിനിറ്റാണ് ഒരു അവർ. അപ്പോൾ അതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു മിനിറ്റിലുള്ളതിനെ 60 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു അവറിലുള്ള റേറ്റ് കിട്ടും. So 6.79 into 10⁻⁻4 into 60. That is equal to 4.07 into 10⁻⁻2 mol liter inverse hour inverse. ഇനി സെക്കൻഡ്സിൽ കാണാൻ എന്ത് ചെയ്യണം? മിനിറ്റിലുള്ള റേറ്റ് ഇതാണ്. ഇനി നമുക്കറിയാം 60 സെക്കൻഡ്സ് ആണ് ഒരു മിനിറ്റ്. അപ്പോൾ ഒരു മിനിറ്റിൽ ഇത്രയും റേറ്റ് ആണുള്ളതെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര റേറ്റ് ഉണ്ടാവും? ഇതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഒരു സെക്കൻഡിൽ കാണാൻ മിനിറ്റിലുള്ളതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം 60 സെക്കൻഡാണ് ഒരു മിനിറ്റ്. അപ്പോൾ അതിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ വാല്യൂ കിട്ടുക 1.13 ഇൻറ്റു 10⁻⁻5 മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്.
that is the rate of reaction per second. അതാണ് റിയാക്ഷൻ റേറ്റ് ഇൻ മിനിറ്റ്സ്, അവേഴ്സ് ആൻഡ് സെക്കൻഡ്സ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി അതിലുണ്ട്. എന്താണ്? വാട്ട് ഈസ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് NO2 അല്ലെങ്കിൽ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 ഡ്യൂറിങ് ദിസ് പീരീഡ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാം? റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 എന്ന് പറഞ്ഞാൽ NO2ൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ഡ്യൂറിങ് 184 മിനിറ്റ്സ്. ദാറ്റ് ഈസ് ഡെൽറ്റ NO2 ബൈ ഡെൽറ്റ ടി. സോ ഡെൽറ്റ NO2 ബൈ ഡെൽറ്റ ടി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 6.79 × 10⁻⁻⁴. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 × ഡെൽറ്റ NO ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ NO2 by delta T is 6.79 into 10⁻⁴ into 4. ഈ 4നെ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ into 4 വരും. And the value is 2.72 into 10⁻³ mol liter inverse minute inverse. That is the rate of appearance of NO2 during this period. ഓക്കെ, ഇങ്ങനെയാണ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ റിയാക്ഷൻ്റെ റേറ്റിനെ എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാം, അതുപയോഗിച്ച് പ്രോബ്ലംസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിയാക്ഷൻ റേറ്റ്സ്. ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? ഒന്ന്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. രണ്ടാമത്തത് പ്രഷർ ഓഫ് റിയാക്റ്റൻസ്. ദെൻ ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, ദെൻ നേച്ചർ ഓഫ് റിയാക്റ്റൻറ്റ്, സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻറ്റ് ആൻഡ് പ്രസൻസ് ഓഫ് ലൈറ്റ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട് ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഒന്നാമത്തത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് റിയാക്ഷൻ റേറ്റ് ചേഞ്ച് ചെയ്യും. എങ്ങനെയാണ്? റിയാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയുന്നതനുസരിച്ച് റിയാക്ഷൻ്റെ റേറ്റും കുറഞ്ഞു വരും. So, rate of a reaction is proportional to concentration of reactants. ഒരു റിയാക്ഷൻ്റെ റേറ്റ് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണലാണ്. സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഈസ് ഗിവൺ ബൈ റേറ്റ് ലോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഈസ് ഗിവൺ ബൈ റേറ്റ് ലോ. അപ്പോൾ ഒന്നിലധികം റിയാക്റ്റൻ്റ് ഉണ്ടെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണലാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. കൺസിഡർ എ ജനറൽ റിയാക്ഷൻ AA plus BB gives products. ഇങ്ങനെ ഒരു ജനറൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ റിയാക്ഷൻ്റെ റേറ്റിലോ അല്ലെങ്കിൽ റേറ്റ് ഞാൻ പറഞ്ഞു കോൺസെൻട്രേഷനോ പ്രൊപ്പോർഷണലാണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്കിങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു മോളാർ കോൺസെൻട്രേഷൻ, പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് A⁻x into molar concentration of B⁻y. ഇവിടെ എയുടെയും ബിയുടെയും കോഎഫിഷ്യൻസ്, ഇക്വേഷനിലുള്ള കോഎഫിഷ്യൻ്റ് സ്മോൾ ലെറ്റർ എയും ബിയുമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ റേറ്റ് ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ റേറ്റിനെ റിലേറ്റ് ചെയ്യിക്കുന്നത് A⁻x into B⁻y ആണ്. വേർ ദിസ് എക്സ് ആൻഡ് വൈ ആർ എക്സ്പെരിമെൻ്റലി മെഷേർഡ് കോഎഫിഷ്യൻസ് ഓഫ് എ ആൻഡ് ബി. That determines the rate of reaction. അതായത് നമ്മൾ ഈ റിയാക്ഷനെ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ എയുടെ ഏത് പവറിനെയാണോ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുക അതാണ് എക്സ് എന്ന് പറയാം. അതുപോലെ ബിയുടെ ഏത് പവറിനെയാണോ റിയാക്ഷൻ്റെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുക, എക്സ്പെരിമെൻറ്റിലൂടെ ഡിസൈഡ് ചെയ്യുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യുക, അതാണ് വൈ എന്ന് പറയാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ക്ലാസ് 50 കുട്ടികൾക്കൊരു ക്ലാസ് എടുത്തു. അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൽ എത്ര ആളത് ആൻസർ ചെയ്തു. ഇപ്പോൾ ഒരു 30 കുട്ടികൾ അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്തെങ്കിൽ അപ്പോൾ അവിടെ ഞാനൊരു ഇവാലുവേഷനാണ് നടത്തിയത്. അപ്പോൾ ആ 30 കുട്ടികൾ മാത്രമേ അത് കറക്റ്റ് ആൻസർ ചെയ്യുന്നുള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഇവാലുവേഷനിൽ
50 കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുവെങ്കിലും ആകെ 30 കുട്ടികൾ അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കിയത് 30 കുട്ടികളാണ്. അപ്പോൾ അതുപോലെ നമ്മളൊരു റിയാക്ഷൻ സ്റ്റഡി ചെയ്യുമ്പോഴും ഇവിടെ എ മോൾസ് ഓഫ് എയും ബി മോൾസ് ഓഫ് ബിയും ഉണ്ടെങ്കിലും അതിൽ ആ റിയാക്ഷൻ്റെ റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് എക്സ് മോൾസ് ഓഫ് എയും വൈ മോൾസ് ഓഫ് ബിയും ആണ്. അപ്പോൾ അതിനാണ് റേറ്റ് ലോ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അതൊരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റി ആണെന്ന് പറയുക. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ റേറ്റ് ലോ ഈസ് ദി എക്സ്പെരിമെൻ്റലി മെഷേർഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ആൻഡ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റിക്ക് പകരം നമുക്കിനി ഒരു കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. സോ റേറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ, where this constant k is called the rate constant of reaction. റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. ഇനി ഈ ഒരു റിലേഷൻഷിപ്പിന്, റേറ്റും മോളാർ കോൺസെൻട്രേഷനും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിനാണ് റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയാം. എന്താണ് റേറ്റ് ഇക്വേഷൻ? റേറ്റ് ലോ is defined as it is the relationship between rate and molar concentration of reactants in which each concentration term is raised to some power that may or may not be equal to the coefficient in the balanced equation. Balanced equation അതേ കോഎഫിഷ്യൻ്റ് ആവും, അതിൽ നിന്ന് ഡിഫറെൻ്റ് ആവാം. അപ്പോൾ എക്സ് ആൻഡ് വൈ represents the coefficients of A and B that decides the rate of reaction. So rate is purely an experimental quantity. It cannot be predicted from the balanced equation. Rate equation cannot be written from the balanced equation. Rate law is experimentally measured relationship between rate and molar concentration of reactants. ഇനി നമുക്ക് ഈ റിയാക്ഷൻ്റെ റേറ്റ് ലോ ഈ എക്സ്പെരിമെൻ്റൽ റിസൾട്ടിൽ നിന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. റിയാക്ഷൻ 2NO plus O2 gives 2NO2. ഇവിടെ 4 എക്സ്പെരിമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻസും അതുപോലെ ഇനീഷ്യൽ റേറ്റുമാണ് ഓരോ എക്സ്പെരിമെൻറ്റിലും മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ NOയുടെയും ഓക്സിജൻ്റെയും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ സെയിം ആണ്, 0.30 വീതം ഓക്സിജനും NOയും മിക്സ് ചെയ്ത് ഇനീഷ്യൽ റേറ്റ് മെഷർ ചെയ്തു. ആദ്യത്തെ റേറ്റ് മെഷർ ചെയ്തു, ദാറ്റ് ഈസ് 0.096. അതിനെ R1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ NOയുടെ മാത്രം കോൺസെൻട്രേഷൻ ആദ്യത്തേതിൻ്റെ ഇരട്ടിയാക്കി, 0.30യുടെ ഇരട്ടിയാക്കി 0.60. ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ അത് തന്നെ. വീണ്ടും റേറ്റ് മെഷർ ചെയ്ത് ഇനീഷ്യൽ റേറ്റ് മെഷർ ചെയ്തപ്പോൾ ദാറ്റ് ഈസ് 0.384 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റേറ്റിൻ്റെ 4 ടൈംസ് ആണ് ഈ റേറ്റ്. R1ൻ്റെ 4 ടൈംസ് ആണ് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിലെ റേറ്റ്, 4 ടൈംസ് R1. അപ്പോൾ NOയുടെ മാത്രം കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോൾ റേറ്റ് 4 ടൈംസ് ആയി, റിയാക്ഷൻ റേറ്റ് 4 ടൈംസ് ആയി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് NOയുടെ സെക്കൻഡ് പവർ ആണെന്നുള്ളത് മനസ്സിലായി. അതായത് കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോൾ റേറ്റ് 4 ഇരട്ടിയായിട്ട് മാറി. അപ്പോൾ NOയുടെ കോൺസെൻട്രേഷൻ്റെ പവർ 2 ആണ്. ഇനി മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ NOയുടെ കോൺസെൻട്രേഷൻ ആദ്യത്തേതുപോലെ തന്നെ 0.30 എടുക്കുന്നു. ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ആദ്യത്തേതിൻ്റെ ഇരട്ടിയാക്കുന്നു. അപ്പോൾ റേറ്റ് എന്താണ്? 0.192 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 2 ടൈംസ് ഓഫ് ഇനീഷ്യൽ റേറ്റ്. R1ൻ്റെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ 2 ടൈംസ് ആവുന്നു, 2 ടൈംസ് R1. അപ്പോൾ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ മാത്രം ഡബിൾ ചെയ്യുമ്പോൾ റേറ്റ് ഡബിൾ ചെയ്യുന്നു. So rate is proportional to concentration of oxygen or first power of oxygen. ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ഫസ്റ്റ് പവറിനെയാണ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ 3 എക്സ്പെരിമെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ റേറ്റ് ലോ എഴുതാം. റേറ്റ് ലോ എന്ത് വരും? റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു NOയുടെ ഏത് പവറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NO റേസ് ടു 2. അതാണ് റേറ്റ്. NOയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുമ്പം റേറ്റ് 4 ടൈംസ് ആവും. അപ്പോൾ ഇവിടെ 2NO ആദ്യത്തേതിൻ്റെ NO ആണെങ്കിൽ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ 2NO വരും. 2NO റേസ് ടു 2 എന്ത് വരും? 4 ടൈംസ് ആവുന്നു റേറ്റ്. ഇനി ഓക്സിജൻ്റെ ഏത് പവറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഫസ്റ്റ് പവറിനെ. കാരണം ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുമ്പോൾ റേറ്റും ഡബിൾ ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് എ റേറ്റ് ലോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നാലാമത്തെ എക്സ്പെരിമെൻറ്റ് നോക്കിയേ.
NOയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു, ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ആദ്യത്തേതിൻ്റെ ഡബിൾ ചെയ്തു. അപ്പോൾ റേറ്റിൽ എത്രയാണ് ചേഞ്ച് വരുന്നത് നോക്കാം. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു NOയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു, 2NO റേസ് ടു 2. ഓക്സിജൻ്റെ കോൺസെൻട്രേഷനും ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ ഡബിൾ ചെയ്തു, 2O2. അപ്പോൾ എന്ത് വരും? ഈ 2^2ഉം ഈ 2ഉം പുറത്തെടുക്കുക. 2^2 ഇൻറ്റു 2 ഇൻറ്റു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO റേസ് ടു 2 ഇൻറ്റു O2. K ഇൻറ്റു NO റേസ് ടു 2 ഇൻറ്റു O2 എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പോൾ 2^2 ഇൻറ്റു 2 എന്ത് വരും? 8 ഇൻറ്റു ഇനീഷ്യൽ റേറ്റ് R1, 8 ടൈംസ് ആവും. So this rate equation is proved by the fourth experiment. So rate of reaction is 8 times rate measured with the initial concentration 0.30 of NO and O2. ഇപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഡിഫറെൻറ്റ് റിയാക്ഷനിൽ റേറ്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. സെയിം കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഡിഫറെൻറ്റ് കോഎഫിഷ്യൻ്റ് ആണുള്ളതെങ്കിൽ ഓരോ റേറ്റ് എക്സ്പ്രഷനെയും അതിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ പ്രോബ്ലംസ് പഠിച്ചു, റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ്. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിയാക്ഷൻ റേറ്റ്, ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. അതിൽ കോൺസെൻട്രേഷൻ്റെ ഇഫക്റ്റാണ് നമ്മളിവിടെ പഠിച്ചത്. ഇപ്പം റേറ്റും കോൺസെൻട്രേഷനും പ്രൊപ്പോർഷനിലാണ്. അതിൻ്റെ റിലേഷൻഷിപ്പിനാണ് റേറ്റ് ലോ എന്ന് പറയാം. The experimentally measured relationship between rate and concentration of reactants. ഇതിന് 2-3 ഹോംവർക്ക് കൂടി തരാം, അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.